ട്രെയിനിൽ യാത്ര നടത്തുമ്പോൾ പലരും ഡോറുകളുടെ അടുത്ത് നിൽക്കുന്നതും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നതുമൊക്കെ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഈ സമയത്ത് മൊബൈൽ ഫോൺ കയ്യിൽ നിന്ന് താഴെ വീണു പോകുന്നതും പലർക്കും സംഭവിച്ചിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. മൊബൈൽ ഫോൺ കളഞ്ഞു പോകുന്നതോ നശിച്ചു പോകുന്നതോ ഒക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്ത ആളുകളും നമുക്ക് ചുറ്റുമുണ്ട്. ഓടുന്ന ട്രെയിനിൽ നിന്നും മൊബൈൽ ഫോൺ താഴെ വീഴുമ്പോൾ പെട്ടെന്നുള്ള പരിഭ്രാന്തിയിൽ അപായ ചങ്ങല അഥവാ അലാം ചെയിൻ വലിച്ച് നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ട്രെയിനിൽ നിന്ന് മൊബൈൽ ഫോൺ താഴെ വീണു പോയാൽ അപായ ചങ്ങല വലിക്കാൻ പാടില്ല എന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത്. മാത്രമല്ല, ഇത് നിങ്ങളെ ജയിലിൽ എത്തിച്ചേക്കാം. മൊബൈൽ ഫോൺ അബദ്ധത്തിൽ താഴെ വീണതിനു ശേഷം അലാം ചെയിൻ വലിച്ചാൽ 1000 രൂപ പിഴയോ 1 വർഷം വരെ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. അതിനാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ താഴെ വീണാൽ പരിഭ്രാന്തരാകരുത്. ഫോൺ എവിടെയാണ് വീണതെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം റെയിൽവേ അധികൃതരെയോ റെയിൽവേ പോലീസിനെയോ RPF-നെയോ വേഗത്തിൽ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഡയൽ ചെയ്യാൻ കഴിയുന്ന നമ്പറുകളുമുണ്ട്. 139 ആണ് റെയിൽവേയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ, 182 ആണ് RPF-ന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ. ഇനി എന്തൊക്കെ വിവരങ്ങളാണ് ഈ സമയത്ത് നൽകേണ്ടത് എന്ന് നോക്കാം. നിങ്ങളുടെ ട്രെയിൻ നമ്പർ, സീറ്റ് നമ്പർ, യാത്രക്കാരുടെ വ്യക്തിഗത ID വിശദാംശങ്ങൾ എന്നിവയാണ് ഇതിനായി നൽകേണ്ടത്. ഇതോടെ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ RPF ഉദ്യോഗസ്ഥർ ഫോൺ വീണ സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയും കണ്ടെടുത്ത വസ്തുക്കൾ യഥാർത്ഥ ഉടമയ്ക്ക് തിരികെ നൽകുകയും ചെയ്യും. അടുത്തിടെ നവി മുംബൈയിൽ ഒരു ട്രെയിൻ യാത്രക്കാരൻ തന്റെ ഫോൺ ജനാലയിലൂടെ പുറത്തേക്ക് വീണപ്പോൾ അപായ ചങ്ങല വലിച്ചിരുന്നു. അലാം ചെയിൻ അനുചിതമായി ഉപയോഗിച്ചതിന് ഇന്ത്യൻ റെയിൽവേ ആക്ട് സെക്ഷൻ 141 പ്രകാരം കൊങ്കൺ റെയിൽവേ FIR ഫയൽ ചെയ്യുകയും ചെയ്തു. ജീവൻ അപകടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾക്കോ മോഷണം നടന്നാലോ മാത്രമാണ് അലാം ചെയിനുകൾ ഉപയോഗിക്കേണ്ടതെന്നും അല്ലാതെ വീണുപോയ ഫോണുകൾ വീണ്ടെടുക്കുന്നതിനല്ലെന്നും RPF പറയുന്നു. ഇനി ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ചങ്ങല വലിക്കാൻ കഴിയുകയെന്ന് നോക്കാം. മൊബൈൽ ഫോൺ, സ്വർണ്ണാഭരണങ്ങൾ, പണം അല്ലെങ്കിൽ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കപ്പെട്ടാൽ യാത്രക്കാർക്ക് അലാം ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്താമെന്നാണ് RPF അറിയിച്ചിരിക്കുന്നത്. ഇതിനെ നിയമലംഘനമായി കണക്കാക്കില്ലെന്നും RPF വ്യക്തമാക്കിയിട്ടുണ്ട്. ഓടുന്ന ട്രെയിനുകളുടെ പുറമേ നിന്നും മൊബൈൽ ഫോണുകൾ ആരെങ്കിലും തട്ടിയെടുക്കുകയോ ട്രെയിനുകളിൽ നിന്ന് അവ വീണു പോവുകയോ ചെയ്യുമ്പോൾ അതും എത്രത്തോളം അപകടകരമാണെന്ന് മറ്റ് സമീപകാല വാർത്തകൾ നമുക്ക് കാണിച്ചു തന്നിരുന്നു. ട്രെയിൻ യാത്രക്കാരനിൽ നിന്നും ഒരു കള്ളൻ ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ യാത്രക്കാരൻ ട്രെയിനിൽ നിന്നും വീഴുകയും കാൽ ചതയുകയും ചെയ്തിരുന്നു. ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കെ ഫോൺ മോഷ്ടിക്കുന്നതിനിടെ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഇടിച്ചതിനെ തുടർന്ന് 26 വയസ്സുള്ള ഒരു വ്യക്തിയുടെ കാൽ നഷ്ടപ്പെട്ട സംഭവം ഈയിടെ നടന്നിരുന്നു. അക്രമി അയാളുടെ കയ്യിൽ ഇടിച്ചതോടെ യുവാവിന് ബാലൻസ് തെറ്റുകയും താഴെ വീഴുകയുമായിരുന്നു. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്.